വോട്ട് മറിച്ചിട്ടിരിക്കുക. അതല്ല ചക്രം പാൻ അടിയിൽ മോളി വന്നിട്ടില്ലേ. ധനുഷ്കോടി എന്ന പേര് രാമായണവുമായി ബന്ധപ്പെട്ടതാണ്. ധനുസ് എന്നാൽ വില്ലും, കോടി എന്നാൽ അഗ്രവും എന്നാണ് അർത്ഥം. രാമസേതു നിർമ്മാണത്തിനായി രാമൻ തന്റെ വില്ലിന്റെ അഗ്രം കൊണ്ട് സ്ഥലം അടയാളപ്പെടുത്തി എന്ന് വിശ്വസിക്കപ്പെടുന്നു. യുദ്ധം കഴിഞ്ഞ ശേഷം വിഭീഷണന്റെ അഭ്യർത്ഥന മാനിച്ച് രാമൻ പാലത്തിന്റെ ഒരറ്റം വില്ലുകൊണ്ട് മുറിച്ചു കളഞ്ഞുവെന്നും പറയപ്പെടുന്നു. ഈ ഐതിഹ്യത്തിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ധനുഷ്കോടി എന്ന പേര് ലഭിച്ചത്. പഴയകാല ധനുഷ്കോടി 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ധനുഷ്കോടി ഒരു പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമായിരുന്നു. ഇന്ത്യക്കും അന്നത്തെ സിലോൺ, ഇന്നത്തെ ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പ്രധാന യാത്രാമാർഗം ഇവിടമായിരുന്നു. തുറമുഖം ധനുഷ്കോടി ഒരു വലിയ തുറമുഖമായിരുന്നു. ഇവിടെ നിന്ന് ധാരാളം ചരക്കുകൾ കയറ്റി അയക്കുകയും ഇറക്കുകയും ചെയ്തിരുന്നു. റെയിൽവേ സ്റ്റേഷൻ 1900കളുടെ തുടക്കത്തിൽ ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിതമായി. ബോട്ട് മെയിൽ എന്ന തീവണ്ടി ചെന്നൈയിൽ നിന്ന് ധനുഷ്കോടി വരെ സർവീസ് നടത്തിയിരുന്നു. ഈ ട്രെയിനിൽ വരുന്ന യാത്രക്കാർക്ക് ഇവിടെ നിന്ന് കപ്പൽ വഴി തലൈമന്നാറിലേക്ക് ശ്രീലങ്ക പോകാൻ സാധിച്ചിരുന്നു. കപ്പൽ സർവീസ് ധനുഷ്കോടിയിൽ നിന്ന് തലൈമന്നാറിലേക്ക് ദിവസവും യാത്രാ കപ്പലുകൾ ഉണ്ടായിരുന്നു. ഇത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള പ്രധാന ബന്ധമായിരുന്നു. ജനവാസ കേന്ദ്രം അക്കാലത്ത് ധനുഷ്കോടിയിൽ നിരവധി വീടുകൾ, കടകൾ, പോസ്റ്റ് ഓഫീസ്, ടെലിഗ്രാഫ് ഓഫീസ്, സ്കൂളുകൾ, ഒരു പള്ളി, ക്ഷേത്രങ്ങൾ എന്നിവയുണ്ടായിരുന്നു. ഒരു ചെറിയ എന്നാൽ സമ്പന്നമായ ഒരു ജനവാസ കേന്ദ്രമായിരുന്നു ഇവിടം. കച്ചവടക്കാർ, റെയിൽവേ ജീവനക്കാർ, കപ്പൽ ജീവനക്കാർ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി വിവിധ തരത്തിലുള്ള ആളുകൾ ഇവിടെ താമസിച്ചിരുന്നു. 1964 ദുരന്തം 1964 ഡിസംബർ 22-ന് ധനുഷ്കോടിയിൽ ഒരു വലിയ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊണ്ട ഈ കൊടുങ്കാറ്റ് മണിക്കൂറിൽ ഏകദേശം 280 കിലോമീറ്റർ വരെ വേഗതയിൽ വീശി. നാശനഷ്ടങ്ങൾ ഈ ചുഴലിക്കാറ്റിൽ ധനുഷ്കോടി പൂർണ്ണമായും തകർന്നു. റെയിൽവേ സ്റ്റേഷൻ, പള്ളി, ക്ഷേത്രങ്ങൾ, വീടുകൾ, കടകൾ തുടങ്ങി എല്ലാം ശക്തമായ കാറ്റിലും തിരമാലയിലും ഒലിച്ചുപോയി. മരണം ഈ ദുരന്തത്തിൽ ഏകദേശം 1800ഓളം ആളുകൾ മരിച്ചു എന്ന് കണക്കാക്കപ്പെടുന്നു. രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്ക് പോവുകയായിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിൻ ശക്തമായ തിരയിൽപ്പെട്ട് കടലിൽ മുങ്ങിപ്പോവുകയും അതിലുണ്ടായിരുന്ന 150ഓളം യാത്രക്കാർ മരിക്കുകയും ചെയ്തു. സർക്കാർ പ്രഖ്യാപനം ഈ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയ മദ്രാസ് സർക്കാർ ഇന്നത്തെ തമിഴ്നാട് ധനുഷ്കോടി വാസയോഗ്യമല്ലാത്ത സ്ഥലമായി പ്രഖ്യാപിച്ചു. ദുരന്തത്തിന് ശേഷമുള്ള ധനുഷ്കോടി 1964 ചുഴലിക്കാറ്റിന് ശേഷം ധനുഷ്കോടി ഒരു പ്രേത നഗരം പോലെയായി. ആളുകൾ അവിടെ താമസിക്കുന്നത് സർക്കാർ നിരോധിച്ചു. എന്നാൽ സാഹസികരായ ചില മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും താൽക്കാലികമായി അവിടെ താമസിക്കുന്നുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രം കാലക്രമേണ ധനുഷ്കോടി ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി വളർന്നു. തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ, വിജനമായ കടൽത്തീരങ്ങൾ, ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്ന അരിച്ചല്, മുനൈ എന്നിവ കാണാൻ ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തുന്നു. അരിച്ചൽ മുനൈ ധനുഷ്കോടിയുടെ കിഴക്കേ അറ്റത്തുള്ള ഈ സ്ഥലം കരയുടെ അവസാനമാണ്. ഇവിടെ നിന്നാൽ ശ്രീലങ്കയിലേക്ക് നീണ്ടുകിടക്കുന്ന മണൽത്തിട്ടകൾ കാണാൻ സാധിക്കും. ക്ഷേത്രങ്ങൾ ദുരന്തത്തെ അതിജീവിച്ച ചില ക്ഷേത്രങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. കോദണ്ഡരാമസ്വാമി ക്ഷേത്രം ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. റോഡ് ഗതാഗതം അടുത്ത കാലം വരെ ധനുഷ്കോടിയിലേക്ക് ജീപ്പുകൾ മാത്രമേ പോയിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ സർക്കാർ റോഡ് നിർമ്മിച്ചതോടെ മറ്റു വാഹനങ്ങൾക്കും ഇവിടെ എത്താൻ സാധിക്കുന്നു.